അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 17-ന് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിക്കും. ശോഭായാത്ര, പൊതുസമ്മേളനം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും. അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ ദിനാചരണം സെപ്റ്റംബർ 17-ന് ചൊവ്വാഴ്ച, ശോഭായാത്ര, പൊതുസമ്മേളനം എന്നിവയോടെ പറവൂരിൽ നടക്കുമെന്ന് വിശ്വകർമ്മ ദിനാചരണ കമ്മിറ്റി ജനറൽ കൺവീനർ AK സുരേന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ IV ജഗദീഷ്, ചെയർമാൻ MP വിനോദ് എന്നിവർ അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്തുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ആ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. കേരളത്തിലെ ഈ 40 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജർ ഞങ്ങൾ അവകാശപ്പെടുന്ന ആളുകൾ അവർക്ക് നാമമായിട്ടുള്ള അർഹതയാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ജാതി തിരിച്ചിട്ടുള്ള സെൻസസ് വേണമെന്നുള്ളതാണ് ഞങ്ങളെടുക്കുന്നൊരു തീരുമാനം. അപ്പോൾ അതിൻ പ്രകാരം 10% സംവരണം ഈ പറയുന്ന വിഭാഗത്തിന് നൽകേണ്ടതായിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് ഈ വിഭാഗത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകണം എന്നുള്ളതുകൂടി ഈ യോഗത്തിലും അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിലും ഈ പറയുന്ന ഈ യോഗത്തിലും കൂടി നിങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തുകയാണ്. ഈ മുഖ്യധാരയിലേക്ക് ഈ സമൂഹത്തിന് ഉയർത്തേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ ഓരോ മാധ്യമപ്രവർത്തകൻ്റെയും കടമയായി കണ്ടു. ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറാണ്. അപ്പോൾ എന്നത്തേലും പോലെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയവർ തന്നെ വളരെ വിപുലമായിട്ട് നടത്താനാണ് ഇത്തവണ നമ്മുടെ ആഗ്രഹം. അത് എല്ലാവരുടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത ഈ ചടങ്ങിൽ ഒട്ടനവധി കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അവാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൻ വിജയപ്രദമാക്കുവാനായിട്ട് ഈ നാട്ടിലെ ഓരോ മാന്യ വ്യക്തികളും അതോടൊപ്പം തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കളും ആ ചടങ്ങിൽ പങ്കെടുത്ത് ആ ചടങ്ങിനെ ധന്യമാക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിശ്വകർമ്മജരുടെ ഒറ്റ സംഘടനയായ ഏക സംഘടനയായ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കീഴിലാണ് ഈ 17-ാം തീയതി ഈ പരിപാടി നടത്തുന്നത്. ഇതിന് വിവിധ വിഷയങ്ങൾ നമ്മുടെ പ്രസിഡന്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ പരിപാടിയിലേക്ക് സകല ആളുകളെയും, അതായത് വിശ്വകർമ്മജരായിട്ടുള്ള ആളുകളെയും നല്ലവരായിട്ടുള്ള എല്ലാ നാട്ടുകാരെയും പ്രസിൻ്റെ ആളുകളെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോഗവും ഒക്കെ വന്നിട്ടുള്ള ഒരു വർഷമാണ് 2024. എന്നിരുന്നാൽ പോലും വിശ്വകർമ്മജൻ്റെ അവകാശ പോരാട്ടങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണ് സെപ്റ്റംബർ 17. ഈ സെപ്റ്റംബർ 17 ജാതി മത വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ദിനം ഒരു ശുഭദിനമായിട്ട് തന്നെ കൊണ്ടാടണമെന്നും എല്ലാ വിശ്വകർമ്മജരും ഈ ഒരു ദിവസം അവൻ്റെ ഒരു ദിവസം തൊഴിൽ മാറ്റിവെച്ചുകൊണ്ട് തന്നെ സഭയുടെ അവകാശ പോരാട്ടങ്ങളിൽ അണിചേരണമെന്നും പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശോഭായാത്ര പറവൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ PR ദേവദാസ് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് MP വിനോദ് അധ്യക്ഷനായിരിക്കും. സംസ്ഥാന ബോർഡ് അംഗം AG നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ശോഭായാത്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശാഖകൾക്ക് BJP സംസ്ഥാന സമിതി അംഗം ES പുരുഷോത്തമൻ ട്രോഫികൾ വിതരണം ചെയ്യും. മികച്ച കലാപ്രതിഭകളെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MB ഷാജി ആദരിക്കും. TA അരവിന്ദാക്ഷൻ, PR രാധാകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.